പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഇന്നലെ ഒരു സന്ധ്യയ്ക്ക് മഴ പെയ്യാനുള്ളൊരു കാറ്റടിച്ചപ്പം നമ്മുടെ കറണ്ട് പോയതാണ്. കറണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 പ്രാവശ്യം മിന്നിയൊക്കെ വന്നു. പിന്നെ ഒരു പ്രാവശ്യം 11 മണിയായപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ പോയ കറണ്ട് ഇന്നിപ്പം ഉച്ചയ്ക്ക് എനിക്ക് 2 മണിയോളമായി. ഇതുവരെ ആ കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ തൊട്ട് വിളിക്കുന്നുണ്ട് KSEBയിൽ. ഇന്നലെയൊക്കെ അവർ വളരെ വിദഗ്ധമായിട്ട് നിങ്ങളുടെ ഈ ഫോൺ നമ്പർ രജിസ്റ്റേർഡ് അല്ല എന്ന് പറയും. അത് അവരല്ല പറയുന്നത്, നമുക്ക് ഇത് രജിസ്റ്റേർഡ് അല്ല. ഏതായാലും രാവിലെ ഒരു 50 പ്രാവശ്യം വിളിച്ചപ്പോൾ 2 പ്രാവശ്യം എടുത്തു. അപ്പോൾ പറഞ്ഞു വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലായിടത്തും അത് നടത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കറണ്ടുണ്ട്. ഞാൻ താമസിക്കുന്ന നമ്മുടെ മണിപ്പുഴ ഇലക്ട്രിസിറ്റി ബോർഡ്, മണിപ്പുഴയാവുന്ന കാമ്പാത്ത് തിരുവല്ല വൈക്കത്തെല്ലാം പാലത്തിൻ്റെ അടുത്താണ്. കോച്ചാരിമുക്കം റോഡിലോട്ട് പോകുന്നത്. അങ്ങോട്ട് വന്നിട്ട് അവിടെ ഒരു മൊടോപ്പി കോളനി എന്ന് പറയുന്നൊരു കോളനിയുണ്ട്. ആ കോളനിയിലോട്ട് പോകുന്ന ഒരു വഴിയുണ്ട്, ഒരു സെൻറ്റ് മേരീസ് സൺഡേ സ്കൂളിൻ്റെ റൈറ്റിലോട്ട്. അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെ ഒരു 10-20 വീട്ടുകാർക്ക് ലൈറ്റില്ല, കറണ്ടില്ല. അവിടെ വലിയ പൈസക്കാരൊന്നുമല്ല, അവിടെ ഇൻവെർട്ടറൊന്നും ഉള്ള വീടുകൾ വളരെ കുറവാണ്. അവർ ഇന്നലെ തൊട്ട് അവരുടെ മൊബൈൽ പോലും ഒന്ന് ചാർജ് ആക്കാൻ പോലും ഒക്കുന്നില്ല, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ തൊട്ട് വിളിച്ചിട്ട് ഇതുവരെ ഇതൊന്ന് ശരിയാക്കാനായിട്ട് ഒരാൾ വന്നിട്ടില്ല, ഇലക്ട്രിസിറ്റി ബോർഡുകാർ. നമ്മുടെ മാത്യു ടി തോമസ് ഒക്കെ പറയുന്ന ഭയങ്കര വികസനങ്ങളൊക്കെയാണ്. പുള്ളിക്കാരനാണെങ്കിൽ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിട്ട് ഒക്കെ ഇരുന്ന പാർട്ടിയാണ്. 20 വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് തിരുവല്ലയിൽ MLA. അതിനു മുമ്പ് ഒരു 5 വർഷം MLA പുള്ളിയുടെ ചെറുപ്പകാലത്ത് ഒരു 10-26 വയസ്സുള്ളപ്പോൾ ആയിരിക്കുന്ന. ഇവരൊക്കെ ഇത്രയും ഭരിച്ചിട്ട് നമുക്കൊരു കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 10-12 ഒരു 20-12 മണിക്കൂർ ഒക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് ആ കറണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ 12 മണിക്കൂറൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ല. ഇത് വളരെ ഒരു പ്രാകൃതമായ യുഗമായത്. ഇപ്പോൾ എന്നിട്ടോ ട്രാൻസ്പോർട്ടിൻ്റെ പുറകിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന പവർ കട്ടില്ലാത്ത കേരളം എന്നൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട്. പവർ കട്ടില്ല എന്ന് പറയും, പക്ഷെ പണ്ട് പവർ കട്ട് ഉണ്ടായിരുന്നപ്പോൾ അരമണിക്കൂർ പറഞ്ഞിട്ടായിരുന്നു 7 തൊട്ട് 7:30 അല്ലെങ്കിൽ 6 തൊട്ട് 6:30 എന്ന് പറഞ്ഞിട്ടായിരുന്നു പവർ കട്ട്. ഇപ്പം നമ്മളോട് പറയാതെ അങ്ങ് പവർ കട്ടാണ്. എപ്പോൾ വേണേൽ നമ്മൾ കുളിക്കാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുമ്പോഴായിരിക്കും പവർ പോകുന്നത്, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിനകത്ത് തുണി ഇടുമ്പോഴായിരിക്കും പവർ പോകുന്നത്. അങ്ങനെ ഏത് സമയത്തും പവർ പോകുന്ന ഒരു അന്തരീക്ഷം. ഇവർ കള്ളത്തരം പറഞ്ഞാണ് നമ്മളെ പറ്റിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്നെങ്കിലും ഞങ്ങളുടെ കറണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.